നമ്മുടെ ജാൻമണിയന് ആരുമില്ല എന്ന് തോന്നിയ ഒരു ദുർബല നിമിഷത്തിൽ അവര് നരേന്ദ്രമോദിയെ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയോ നല്ല പറഞ്ഞതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അതോടുകൂടി ഏതെല്ലാം ആളുകളാണ് നമ്മുടെ മണിയപ്പനെ ഓർക്കുന്നത്. പൂരത്തെറിയും പുലഭ്യങ്ങളും ഒക്കെ ആയിട്ട് മണിയൻ അർഹിക്കുന്നതിനേക്കാളേറെ ആദരവോടുകൂടി പബ്ലിക് മണിയന് അത് നൽകുന്നുണ്ട്. അതിനകത്ത് നമ്മളൊക്കെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കുന്നു. സന്തോഷമുണ്ടപ്പാ, സന്തോഷം. കാരണം ഇവനത് കിട്ടണം. ഇവന്റെ മണിയടിച്ചപ്പോൾ ഇവന് തോന്നിയതാണ് നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ സംബന്ധിക്കുന്ന ആ സംബന്ധം. നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചതിന് ശേഷം ഉണ്ടായ ആളാണത്രേ, 3 വർഷത്തിന് ശേഷം ഉണ്ടായ ആളാണത്രേ. മുഹമ്മദ് നബിയെ കുറിച്ച് ആരോ മണിയപ്പന് പറഞ്ഞു കൊടുത്തതാ. മണിയപ്പൻ നോക്കിയപ്പോൾ ഇഷ്ടമില്ലാത്തത് നരേന്ദ്രമോദിയെയാ. വച്ചങ്ങോട്ട് കച്ചിപ്പ പറയാണ്, കണക്കറിയത്തില്ല. വളരെ രഹസ്യമായ ഒരു പരസ്യമല്ലേ നമ്മുടെ ജാൻമണിയൻ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ജാരമണിയന്റെ ഈ വസ്തുത ഉസ്താദുമാര് ശരിക്കും അങ്ങോട്ട് ഏറ്റെടുത്തു. അപ്പോൾ ജാരമണിയന് മലയാളം അറിയില്ലേ? അങ്ങനെ ഒരു വിഷയമുണ്ടോ? പെണ്ണുപിള്ളിക്ക് കണക്കറിയില്ലെന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ചത്. ശരി, പറയട്ടെ. പണിയായിരുന്നു ചെയ്തത് എന്ന് ഏതാണ്ട് ഇവരുടെ ഒറിജിനാലിറ്റി കണ്ടില്ലേ? ഒരു നിമിഷം നമ്മുടെ മണിയൻ ആദ്യം ചെയ്തിരുന്ന ജോലിയിലേക്കൊന്നും മടങ്ങി. ആ ജോലി മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഒബ്ലിഗേറ്ററി എല്ലാം പവർ തന്നെയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഏതു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. ആരാനെ പറ്റിക്കാതെ, തട്ടിക്കാതെ, തട്ടിപ്പറിക്കാതെ, കളവ് പറയാതെ, വഞ്ചിക്കാതെ, ചൂഷണം ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഏതിനും മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചായപ്പണി ചെറിയ പണിയാണെന്നോ മോശം പണിയാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എന്തായിരുന്നാലും നമ്മുടെ മണിയൻ പറയുന്നത് മൊത്തം ഒന്ന് കേട്ടു നോക്കൂ. ഉസ്താദുമാരെ ഏറ്റെടുത്ത ആളാ. ട്രെയിനിൽ പോയിട്ട് അതാണ് പണി. ഇപ്പൊ മൂടിയതേ അല്ല, ട്രെയിനിൽ പറയില്ലേ ചായ വേണോ, ചായ വേണോ, ചായ വേണോ, ചായ വേണോ, സമൂച്ച ചായ കൊടുക്കാൻ വേണ്ടി പറ. അവന്റെ അതാണ് ജോലി. കറക്റ്റ് അവനറിയാം. അവന്റെ അതാണ് ജോലി. ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഈ ഡാഷിന്റെ മൂള് പറയുന്നതാ. ഈ അപരാധിയെ സംബന്ധിച്ചിടത്തോളം ഏവനാണ് ഇവളുടെ തന്ത. ഇവന്റെ തന്ത എന്തുവാണെന്ന് പറയാൻ പോലും കിട്ടത്തില്ല. ഇവനോ ഇവളോ ഏതെങ്കിലും ഒന്ന് കിട്ടണ്ടേ? മൂത്രപ്പുരയിലായിരിക്കും ആരെങ്കിലും പിടിച്ചു വെക്കുക, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട്. സാരി ഉടുത്തെന്ന് കരുതി ആരും പെണ്ണാകത്തില്ല. മുണ്ടും ഷർട്ടും ഇട്ടെന്ന് കരുതി ആരും ആണും ആകത്തില്ല. പിന്നെ ഒരാളുടെ ലിംഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് റിവീൽ ചെയ്യുന്നതാണ് ഇവരുടെ ഐഡന്റിറ്റി. ഞാൻ പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണ്, ഞാൻ ആണ് എന്ന് പറഞ്ഞാൽ ആണ്. അതുകൊണ്ട് അതിനെ ഞാനൊന്നും പറയുന്നില്ല. ഇവരെ ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇവരെ ഇനിയും ട്രാൻസ് എല്ലാം കൂടി എൻ്റെ മണ്ടക്കോട്ട് കയറണ്ട. ഞാൻ ട്രാൻസിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ്. സമൂഹത്തിൽ അവർക്ക് സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാലത്ത് ഒരുപാട് വേദനകൾ അനുഭവിച്ച, യാതനകൾ അനുഭവിച്ച, പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ഇന്ന് അംഗീകരിച്ചു വരുമ്പോൾ ഇതുപോലെ ഓരോ ജാരസന്തതികൾ കയറി വന്നിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന ഒരു രീതി. നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ച് 3 വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി ജനിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, അവർക്ക് കുറച്ച് ഭാഷയുടെ പ്രശ്നം ഉണ്ടല്ലോ, അറിയാഴികയൊന്നുമില്ല കേട്ടോ. ആരെങ്കിലും മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തതായിരിക്കും. പിതാവ് മരിച്ച് 3 വർഷം കഴിഞ്ഞ് ജനിച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇവള് ചിലപ്പം നബി എന്ന് പറഞ്ഞപ്പോൾ മോദി എന്ന് കേട്ടതാണോ എന്നറിയില്ല കേട്ടോ. എന്തൊക്കെയോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നബി എന്ന് പറഞ്ഞപ്പോൾ മോദി എന്ന് കേട്ടു. പെട്ടെന്ന് അതങ്ങോട്ട് തട്ടിവിട്ടതായിരിക്കും. എന്തായിരുന്നാലും 3 വർഷം കഴിഞ്ഞ് പ്രസവിച്ചത് മുഹമ്മദ് നബിയാണ് കേട്ടോ. ജാരമണിയാ. ശരി, ഇനിയിപ്പോ ഇവൾക്കൊരു മറുപടി. പരിപാടി ട്രെയിനകത്ത് അത് മാത്രമല്ലട മണിയാ, വേറൊരു പരിപാടികളുണ്ട്. അതല്ലായിരുന്നു നിന്റെ പണി ട്രെയിനകത്ത് മയിലെ. നീ ആണോടാ പ്രധാനമന്ത്രിയെ ട്രോളുന്നത്? നീ 2 ദിവസമായി നിന്റെ കഴ തുടങ്ങിയിട്ട്. നെച്ചത്ത് 2 ചിരട്ടയും വെച്ച് നിന്റെ കൊലയും മടക്കി കെട്ടിവെച്ചിട്ട് സാരി കൊടുത്ത് നീ ആര് മയിലേ നീ പ്രധാനമന്ത്രിനെ ട്രോളാനായിട്ട്? നീ എടാ, പണ്ടയാള് ചായ വിറ്റ് നടന്നിരുന്നു. ഓക്കെ, ആ ചായ വിറ്റ് നടന്നിടത്ത് നിന്നും ലോകരാജ്യങ്ങളിൽ പോപ്പുലേഷനിൽ ജനസംഖ്യ ഒന്നാം മാത്രമാണോ? രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ചായക്കടക്കാരൻ, ഒരമ്മ വളർത്തിയ മകൻ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു, ലോക നായകനായിട്ട്.
ലോകം അംഗീകരിക്കുന്ന സുസമ്മതിയുള്ള നേതാവായിട്ട് നിൽക്കുന്നു ലോകത്തിന്റെ നെറുകയിൽ. G20 ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഒരു രാജ്യമായിട്ട് സാമ്പത്തിക ഉന്നമനത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇതാ 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ വരേക്കും ചവിട്ടി താഴ്ത്തിയിട്ട് ഇതാ മുകളിലേക്ക് ചവിട്ടി കയറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ മനുഷ്യന്റെ കഴിവാണ്. പല രാജ്യങ്ങളിലെയും യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് മീഡിയേഷന് പോകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം വളർന്നിരിക്കുന്നു. അതൊക്കെ ഈ മനുഷ്യന്റെ കഴിവാണ്. ഒരു ചായക്കടക്കാരനെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു മഹാരഥനായിട്ടുള്ള ഒരു മനുഷ്യൻ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ജീവിക്കാൻ സാധിച്ചത് അഭിമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ചായക്കടക്കാരൻ ആ രൂപത്തിൽ വരെ എത്താൻ സാധിക്കുമെങ്കിൽ, അത്രയും പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഈ രാജ്യത്തെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവും മികവും തന്നെയാണ്. അല്ലാതെ നെഹ്റുവിന്റെ മകളായി പോയി എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇന്ദിര ഈ രാജ്യം 14 വർഷം ഭരിച്ചത്. എന്താ ഇന്ദിരാഗാന്ധിയെ പോലെ മറ്റു കഴിവുള്ള ഒരു സ്ത്രീയും പിന്നീട് ഈ ഭാരതത്തിൽ ഇല്ലായിരുന്നോ? നെഹ്റുവിന്റെ മകളായത് കൊണ്ട് കിട്ടിയ പ്രിവിലേജാ. കാര്യം പിടിയിട്ട് കാണുമല്ലോ അല്ലെ? അപ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരു മഹാരഥനായ മനുഷ്യനെ അവനെന്നും ഇവനെന്നും അദ്ദേഹത്തിന്റെ വൃദ്ധമാതാവിനെ അഭിസാരികയെന്നൊക്കെ പറയണമെങ്കിൽ ഇവൾക്ക് ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരല്ലോ. കോടികൾ ഇവിടെ അക്കൗണ്ടിൽ വന്നെന്നാ കേട്ടത് കേട്ടോ. ശരി, എടാ പണ്ട് അയാള് ചായ വിറ്റ് നടന്നിരുന്നു. ഓക്കെ, ആ ചായ വിറ്റ് നടന്നിടത്ത് നിന്നും ലോകരാജ്യങ്ങളിൽ പോപ്പുലേഷനിൽ ജനസംഖ്യ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ 146 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചരിത്രമാണ്ടാ മൈര മണിയ. ഈ ചരിത്രം പഠിക്കണം. അല്ല, അയാൾ ഓടളൊക്കെ ഇങ്ങോട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇറങ്ങിയ ആളല്ല. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് പ്രധാനമന്ത്രി. അത് ചരിത്രമാണ്, ചരിത്രം. മനസ്സിലായോ? അയാളെ കളിയാക്കാൻ നിനക്കെന്ത് യോഗ്യതയാണ്ടാ മൈര ഉള്ളത്? നീ എവിടെ നിൽക്കുന്നു? നീ എന്ത് ചെയ്ത്? നീ ബോംബെ നിങ്ങൾ ഒന്നാം നീ പറയുന്നത് മനസ്സിലാവുന്നില്ല മൈര, നിന്റെ മലയാളം. നീ ബോംബെക്കാരനാ. ബോംബെ നിനക്ക് എന്തായിരുന്നു പണി? പാലത്തിന്റെ അടിയിൽ നിന്നും ബസ് സ്റ്റാൻഡിലും മറ്റേ റെയിൽവേ സ്റ്റാൻഡിൽ നിന്നൊക്കെ നീ ഇങ്ങ് സോഷ്യൽ മീഡിയ വരെ എത്തിയിരിക്കുന്നു, ഫേസ്ബുക്ക് വരെ. അത്രയല്ലേ ഉള്ളൂ നീ. നീയാണോടാ മൈര നീ പ്രധാനമന്ത്രിയെ കളിയാക്കണേ? അത്രയും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ മൈരെ, ബാക്കിയുള്ളവർ മറ്റേ മരെ പോകും. ഓടും മണിയം കൊണ്ടാ മൈരെ. ഇത്രയെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലേ മനുഷ്യന് മനസമാധാനത്തോടു കൂടി ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, ഒന്ന് ഉറങ്ങാൻ പറ്റണ്ടായോ? നരേന്ദ്രമോദി ജനിച്ചത് 1950-ലാണ്. 1989-ലാണ് നരേന്ദ്രമോദിയുടെ പിതാവ് മരിക്കുന്നത്. അതായത് പിതാവ് മരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് 39 വയസ്സുണ്ട്. ആ മനുഷ്യനെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണക്കും അറിയത്തില്ല, ഒരു പുല്ലും അറിയത്തില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ നാറികൾ ഉണ്ടല്ലോ, കുറച്ച് മൂഞ്ചിയ മാപ്പും കോപ്പുമായിട്ട് വരും. മാപ്പെടുത്ത് തോട്ടിലെറിഞ്ഞാട്ടിച്ച് ചേക്കിട്ട് പൊളിക്കുവാണ് ചെയ്യേണ്ടത്. ഇവനെ ആർക്കും തൊടാൻ പറ്റത്തില്ലെന്നാണ് ഇവന്റെ ഒരു ഭാവം കേട്ടോ. ആരും എന്നെ തൊടത്തില്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത്. കാരണം ആര് തൊട്ടാലും, പോലീസ് തൊട്ടാൽ അടിച്ച് പല്ല് തെറിപ്പിക്കും, എന്നെ 1 അടിച്ചാൽ ഞാൻ 3 അടിക്കുമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇവനായിരുന്നാലും ഇവളായിരുന്നാലും ആര് മൂഞ്ചിത്തരം പറഞ്ഞിരുന്നാലും ശരി, അതിനെ എതിർക്കണമെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യും. ആര് തെണ്ടിത്തരം പറഞ്ഞിരുന്നാലും ശരി, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മാതാവിനെയൊക്കെ ഇത്രയും മോശത്തരം പറഞ്ഞാൽ ഈ അപരാധിക്കൊക്കെ തന്തയുണ്ടോ മര്യാദയ്ക്ക് എടുത്തു പറയാൻ? തള്ള എങ്ങനെയൊക്കെ നടന്നിട്ടാണ് ഇവളെയൊക്കെ ഉണ്ടാക്കിയത് എന്ന് ആർക്കറിയാം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കൾക്കുമെതിരെ അതീവ അധിക്ഷേപകരം, ഒരു പക്ഷേ കൊടും ശത്രുക്കളായിട്ടുള്ള പാകിസ്ഥാനികൾ പോലും പറഞ്ഞിട്ടില്ലാത്ത വ്യാജമായിട്ടുള്ള പരാമർശമല്ലേ ഈ പെണ്ണുമ്പിള്ള നടത്തിയത്? ഇവളെന്തോ തുണിയും പൊക്കി പിടിച്ചിട്ട് ഇവള് ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തുണി പൊക്കി പിടിക്കാനും താഴ്ത്തിയിടാനും ഒക്കെ അവളുടെ സൗകര്യമാണ് കേട്ടോ. അവളുടെ ശരീരത്തിന്റെ നഗ്നത എത്രയാണ് മറ്റുള്ളവർ കാണേണ്ടതെന്ന് അവളുടെ കൺസേൺ ആണ്, കുഴപ്പമില്ല. ഞാൻ അതിനെയൊന്നും വിമർശിക്കുന്നില്ല. നിക്കർ ഇടാം, ഇടാതിരിക്കാം, ബ്രാ ഇടാം, ഇടാതിരിക്കാം. ഒന്നും ഇടാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു വ്യക്തിക്ക് ഈ രാജ്യം നൽകുന്നുണ്ട്. ഗോവയിലൊക്കെ ആരും ഒന്നും ഇടാതെ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇവളൊരു സെലിബ്രിറ്റി ആണ് എന്നാണ് ഇവളുടെ ഭാവം. അപ്പോൾ ശരിയാണെങ്കിലാണ് ഇരുന്നോട്ടെ. നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ് കേൾക്കുന്നത്. ബിഗ് ബോസിലും കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവളെന്തോ വലിയ സംഭവമാണ് എന്ന് ഇവൾക്കങ്ങ് തോന്നി.
എന്തായിരുന്നാലും BJPയും മഹിളാ മോർച്ചയും ഒക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഒരു ജില്ലയിലല്ല, സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ ഇനി വരുന്ന കാലം അത്രയും ഇവൾക്ക് കേസ് പണയാനേ നേരമുണ്ടാകും. ഇവളുടെ സമ്പത്തിന്റെ സോഴ്സും കണ്ടെത്താൻ നിയമമായിട്ടുണ്ട്. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ച് പരാതി കൈമാറാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കവും ഇപ്പോൾ വാർത്തയായിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ച നാളെ പരാതി നൽകാനാണ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി കിട്ടാൻ തുടങ്ങി അല്ലേ? അതാണ് ഈ കുത്തിക്കഴപ്പ് എന്ന് പറയും. ഇവളുടെ കഴപ്പ് അങ്ങനെ, ഇവന്റെ കഴപ്പ് അത്ര പെട്ടെന്നൊന്നും തീരത്തില്ല. അതുകൊണ്ട് കുത്തിക്കഴപ്പ് തീർക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരെണ്ണമല്ല, ഇപ്പൊ ചായ് 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 എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടു. അതിനു മുമ്പ് എന്തെല്ലാമാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മാതാവിനെ മോശം സ്ത്രീ എന്നല്ലേ പറഞ്ഞത്? ഒരാളെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്തും പറയാമെന്നാണോ സോഷ്യൽ മീഡിയ? ഒരാളെ അപമാനിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അപ്പൊ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും കേട്ടാൽ അറയ്ക്കുന്ന രൂപത്തിലല്ലേ ഈ മണിയൻ വ്യക്തിപരമായ രൂപത്തിൽ അവഹേളിച്ചത്? നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് ഏത് രൂപത്തിലുള്ള നമ്മുടെ പിന്തുണയും നമ്മുടെ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ പരേതനായിട്ടുള്ള ദാമോദർ ദാസ് മൂൽചന്ദ് മോദി, അദ്ദേഹത്തെ കുറിച്ച് മാതാവ് ഹീരാബെൻ മോദി, അദ്ദേഹം എത്രയോ വൃദ്ധയാണ് അവരെ നമുക്കറിയാം. 2022 അവർ മരിക്കുന്നത് തന്നെ. മാതാവ്, അവര് മകനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം നമുക്കറിയുന്നതാണ്. എത്ര വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പെണ്ണുമ്പിള്ള ഇവാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പെണ്ണുമ്പിള്ള എന്ന് തന്നെയാണ് പറയുന്നത്. 1947 മോദിയുടെ പിതാവ് മരിച്ചത്. ഇവളുടെ തന്ത വന്ന് ഇവളോട് പറഞ്ഞു. നരേന്ദ്രമോദി ജനിക്കുന്നത് തന്നെ എപ്പോഴാ? 1950 47 പിതാവ് മരിച്ചെന്ന് അങ്ങോട്ട് വെച്ചു. ആദ്യം ഇവന്റെ തന്തയെ കണ്ടുപിടിക്കട്ടെ അല്ലേ? 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവൻ പറഞ്ഞത്. അത്രയും ക്യാൻസർ ബാധയെ തുടർന്ന് 1989 അതായത് അദ്ദേഹത്തിന് അന്ന് 74 വയസ്സാണ് നരേന്ദ്രമോദിയുടെ പിതാവിന്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദി 2022 മരിക്കുന്നു. വസ്തുതകൾ ഇതാണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാം സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എല്ലാത്തിനും തെളിവുകളില്ലേ? ഇവരെല്ലാത്തിനും അല്ലെങ്കിൽ ജെമിനിയെയും ചാറ്റ് GPTയെയും ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കാണാമല്ലോ. ഇത്രയും നികൃഷ്ടമായ രൂപത്തിൽ ഒരു മനുഷ്യനെ അവഹേളിക്കാൻ ഇവൾക്കൊക്കെ ആരാണ് ഈ സ്വാതന്ത്ര്യം നൽകിയത്? സംഭവം എന്തായിരുന്നാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. സൈബർ സെല്ലിൽ പരാതികളുടെ കൂമ്പാരമാണിപ്പോൾ. ഭീഷണി സന്ദേശങ്ങൾ വരുന്നു തുടങ്ങുന്നു. അതോടുകൂടി ഇൻസ്റ്റഗ്രാമിൽ പരസ്യമായിട്ട് മാപ്പ് അപേക്ഷിച്ചിട്ട് അവൻ വന്നു. രാവിലെ മുതൽ ഭീഷണി സന്ദേശങ്ങൾ വന്നപ്പോഴാണ് സുഹൃത്തുക്കൾ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞതത്രേ. പ്രധാനമന്ത്രിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് ഇത്രയും അധിക്ഷേപകരമായ കാര്യം പറഞ്ഞാൽ ഇവന് പൂമാലയിട്ട് സ്വീകരണം കിട്ടുമെന്നാണോ ഇവൻ വിചാരിച്ചത്? എന്റെ കയ്യിൽ തെട്ടുപട്ടിയെന്ന് ഗൂഗിൾ തെരഞ്ഞപ്പോഴാണ് വിവരം കിട്ടിയതെന്ന്. ഇത് തമാശയായി കണ്ടൊരു കൊച്ചുകുട്ടിയായി കണ്ടിട്ട് ക്ഷമിക്കണമെന്ന്. കൊച്ചുകുട്ടിയാണ്, 10-60 വയസ്സുണ്ട്. ഈ മാപ്പപേക്ഷ കൊണ്ടൊന്നും ഇവള് രക്ഷപ്പെടാൻ പോകുന്നില്ല. വെറും ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് വിഷയം അവസാനിക്കത്തില്ല എന്ന് BJP രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഷാ പരിമിതി മൂലമുണ്ടായ തെറ്റല്ല, ബോധപൂർവം നടത്തിയ ഒന്നിലധികം തവണ പല രൂപത്തിലുള്ള അവഹേളനമാണ് ഇവള് ചെയ്തിരിക്കുന്നതല്ല. അതുകൊണ്ട് ഇവൾക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്, സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്.